ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഈ ഈ നെയ്യാറ്റിൻകര സമാധി കേസുമായി ബന്ധപ്പെട്ട് ഈ കല്ലറ തുറന്നു പരിശോധിക്കുമ്പോൾ അതിനകത്ത് മൃതദേഹം ഉണ്ടോ എന്ന് ഉറപ്പിക്കുകയായിരുന്നു ആദ്യപടി. ഇപ്പോൾ മൃതദേഹം ഉണ്ട് എന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർ പറഞ്ഞതുപോലെ തന്നെ ആ സമാധി അതിൽ അടക്കം ചെയ്തിട്ടുണ്ട് എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് സാധാരണഗതിയിൽ അവിടെ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള തീരുമാനം ആദ്യം എടുത്തിരുന്നു. അപ്പോൾ എന്താണ് ഇനി അങ്ങോട്ട്, ഇങ്ങനെ ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? എന്തായാലും സമാധിയാണെന്ന് അദ്ദേഹത്തിന്റെ വീട്ടുകാർ പറയുന്നു. സമാധിക്ക് വീട്ടുകാർ ഒന്ന് രണ്ട് പേരല്ലാതെ വേറെ സാക്ഷികളില്ല. അവിടെയാണ് സംശയം ഉണ്ടായത്. എന്നാൽ അമ്പലത്തിലെ ഭക്തന്മാരോ ആൾക്കാരും ഒക്കെ ഇദ്ദേഹം മരണത്തിലേക്ക് പോകുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. അവരെ അവരുടെ സാന്നിധ്യത്തിൽ ഈ സമാധി ഇരുത്തി അദ്ദേഹം മരണം പൂകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സമാധിയായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. അതേസമയത്ത് ഇപ്പോൾ അതിനെപ്പറ്റി സംശയമായി. അത് ആ സമാധിയാകുന്ന സമയത്ത് ഒരു ഡോക്ടർ സേവനം ഉണ്ടായിരുന്നത് നല്ലതായിരുന്നു. ഡോക്ടർ അത് സർട്ടിഫൈ ചെയ്യും. എൻ്റെ മുമ്പിൽ വെച്ചാണ് മരിച്ചത്, ലാസ്റ്റ് ബ്രീത്ത് അതൊക്കെ പറയും ഡോക്ടർ, പൾസ് റേറ്റ് നോക്കും. അപ്പൊ അങ്ങനെയാണ് മരണം സർട്ടിഫൈ ചെയ്യുന്നത്. അത് ഇവിടെ നടന്നില്ല. അപ്പൊ സംശയമായി. അതിനകത്ത് ഒരു സംശയം വന്നു. കാരണം ആ അമ്പലം വന്നതിൽ അവിടെ എതിർപ്പുണ്ട്, അനുകൂലിച്ചും പ്രതികൂലിച്ചും ആൾക്കാരുണ്ട്. അമ്പലം വളരെ നന്നായിട്ട് വളർന്നിട്ടുണ്ട്. ഏതായാലും സ്വാമിയുടെ പൂർവാശ്രമത്തിലുള്ള ചരിത്രങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായി പലരും പറയുന്നുണ്ട്. അത് നമുക്കറിയാമല്ലോ, മഹർഷി വാൽമീകിയുടെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് പൂർവാശ്രമത്തിലുള്ള ചരിത്രമല്ല പ്രശ്നം. ഇപ്പോൾ അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് ആത്മീയമായി സഞ്ചരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ സമാധി അത് ഇന്ത്യയുടെ പാരമ്പര്യം അനുസരിച്ച് ഹിന്ദുയിസത്തിന്റെ ഒരു ഭാഗമാണ്. അത് മരണസമയത്ത് തീർച്ചയായിട്ടും നമുക്കൊക്കെ ബോധവരാകും. മരണം അടുത്തു എന്ന് നമുക്ക് തോന്നും. നമ്മുടെ പൂർവികരും നമ്മുടെ മാതാപിതാക്കളൊക്കെ മരിക്കുമ്പോൾ മക്കളെല്ലാം പല സ്ഥലത്തു നിന്ന് വന്ന് അതൊക്കെയായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ നിഷ്ഠ. ഇപ്പം സംസ്കാരം മാറി, അറിവ് കൂട്ടി, അങ്ങനെ വന്നപ്പോൾ മനുഷ്യബന്ധങ്ങൾക്കോ സാമൂഹ്യ ബന്ധങ്ങൾക്കോ കുടുംബ ബന്ധങ്ങൾക്കോ ഒന്നും ഒരു പ്രസക്തി ഇല്ലാത്തതുകൊണ്ടാണ് എല്ലാവരും ചിന്തിക്കുന്നത്. ഞാൻ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയാണ്. ഞാൻ ഹിന്ദുയിസത്തിന്റെ ആ പാരമ്പര്യം ഇപ്പൊ അഘോരികൾ അവിടെ ഉണ്ടല്ലോ, അതിനെപ്പറ്റി കാര്യം പറയാത്തത്. അത് തന്നെയല്ല, ഈ BC യിലുള്ളതാണ് ഹിന്ദുയിസം. അതിനുശേഷമാണ് ജൈനമതവും ബുദ്ധമതവും ഒക്കെ വരുന്നത്. അപ്പൊ ബുദ്ധമതത്തിൽ നിർവ്വാണമുണ്ട്, ശ്രീബുദ്ധന്റെ. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് അശാസ്ത്രീയമാണ്, അത് പുരോഗമന ചിന്തയല്ല, അതൊന്നും പറയുന്നതിലൊന്നും അർത്ഥമില്ല. മരണം എല്ലാവർക്കും ഉള്ളതാണ്. ആ മരണം സമയമാകുമ്പം മറ്റു കുഴപ്പമൊന്നും സഡൻ ഡെത്ത് അല്ലാതെ അപകടത്തിൽ മരിക്കുന്ന അല്ലാത്തവർക്ക് മരണത്തിലേക്ക് സഞ്ചരിക്കുന്ന അറിയാം. ഞാനൊക്കെ എൻ്റെ പൂർവികര്, എൻ്റെ മാതാപിതാക്കളൊക്കെ മരണ സമയത്ത് ഞങ്ങളെല്ലാവരും അടുത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ പുച്ഛിച്ചുള്ളതിലൊന്നും ഞാനില്ല. കാരണം സമാധി തന്നെയാണ്. അത് സമാധിയാണോ ഇല്ലോ നോക്കട്ടെ. അതിന് ഒരു ഡോക്ടറെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ, അയൽവക്കംകാർ 3-4 പേരുണ്ടായിരുന്നെങ്കിൽ അത് സമാധിയായിട്ട് പരിഗണിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വേറൊരു മാർഗമില്ല പോസ്റ്റ്മോർട്ടം അല്ലാതെ. അതുകൊണ്ട് അവിടുന്ന് ആ സമാധി ഇപ്പൊ കല്ലറ വന്നപ്പോൾ സമാധിയിൽ ഇരിക്കുന്നത് കണ്ടിരിക്കുന്നു. അപ്പോൾ വീട്ടുകാർ പറഞ്ഞതിന് തീർച്ചയായിട്ടും ഒരു 50% സത്യം വന്നു കഴിഞ്ഞു. ഈ എങ്ങനെയാണ് മരണം അത് പോസ്റ്റ്മോർട്ടത്തിൽ അറിയാനും കൊല്ലം മെഡിക്കൽ കോളേജിൽ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോയി തന്നെ ആ പോസ്റ്റ്മോർട്ടം നടത്തട്ടെ. നല്ല ലൈറ്റിന്റെ സാന്നിധ്യം വേണം, വളരെ സസൂക്ഷ്മം വേണം ആ ഫോറൻസിക് ഒപ്പീനിയൻ കിട്ടേണ്ടത്. അത് പരിശോധിക്കട്ടെ. അതിനുശേഷം 2-3 ദിവസത്തിനകം ഒരു പരിഹാരം ഉണ്ടാവും. എന്താണ് സംഭവിച്ചത്, മരണം എങ്ങനെയാണെന്ന് കണ്ടെത്താൻ സാധിക്കും. ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടത്തിൽ മരണസമയത്തിൽ കൂടി ഒരു വ്യക്തത വന്നു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ളതിൽ ചില ന്യായീകരണങ്ങൾ കൂടി വന്നേക്കും. പക്ഷെ അപ്പോഴും ശ്രീ ജോർജ് ജോസഫ്, ഈ മരണം ആരെയും അറിയിച്ചില്ല, അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചില്ല, ഡോക്ടറുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ബാക്കി കിടക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് നിയമപരമായി നോക്കുമ്പോൾ തെറ്റായി വരികയും ചെയ്യുന്നു. ഇത്തരമൊരു കേസ് നമുക്ക് ഇതിനു മുമ്പ് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് തീരുമാനത്തിലേക്കൊക്കെ പോകും എന്നുള്ളത്, നിയമപരമായി നമുക്ക് എന്ത് തീരുമാനങ്ങളിലേക്കൊക്കെ കടക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇല്ല, അതിനകത്ത് ഒരു സ്വാഭാവിക ഡെത്താണ്, നാച്ചുറൽ ഡെത്താണ്. വീട്ടുകാർക്ക് ആ മരണത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ? എല്ലാം തീർന്നു. വേറെ നടപടിയൊന്നുമില്ല. ആ ഡെഡ് ബോഡി വിട്ടുകൊടുക്കണം വീട്ടുകാർക്ക്. അവരുടെ ആചാരമനുസരിച്ച് വീണ്ടും ആ ഡെഡ് ബോഡി അവിടെ എങ്ങനെയാണ് അവര് അതിന്റെ കർമ്മങ്ങൾ ചെയ്യുന്നത്. 41 ദിവസം ഇതിന്റെ ഒരു പുണ്യമായ ഒരു മേഖലയാണ് ഒരു സമാധി എന്നൊക്കെയാണ് അവർ വിശ്വസിക്കുന്നത്. ആത്മീയമായ കാര്യത്തിൽ പലർക്കും പല വിശ്വാസം ഉണ്ടാവും. അതിനകത്തൊന്നും നമ്മൾ ഇന്റർഫിയർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഡെഡ് ബോഡി, ഇത് മരണമല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെഡ് ബോഡി കൊടുത്ത് അത് ആ വീട്ടുകാരെ ഏൽപ്പിച്ച് അവിടെ തന്നെ അവര് ആ സ്ഥലത്ത് തന്നെ അവിടെ തന്നെ അത് അറയിലിട്ട് അറക്കും. അറയിലിട്ട് അത് നിക്ഷേപിക്കും. പിന്നെ മരണകാലത്ത് സംശയമില്ല, സ്വാഭാവിക മരണമാണ്, അത് ഒരു സമാധിയാണെന്ന് വന്നു കഴിഞ്ഞാൽ ആ ക്ഷേത്രമൊക്കെ വളരെ വലിയ രീതിയിൽ അത് പുരോഗമിച്ച് പോകും എന്നാണ് എൻ്റെ ഒരു നിഗമനം.
അപ്പോഴും ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഈ സ്ഥലത്തുണ്ടായിരുന്നതായി നമുക്കറിയാം. താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ അടുത്ത കാലത്തുള്ള ജീവിതം വളരെ ആത്മീയവും ഒക്കെ ആയിട്ടുള്ള ജീവിതവും, അദ്ദേഹത്തെ വിശ്വസിച്ചിരുന്ന കുറച്ച് ആളുകൾ, അദ്ദേഹത്തെ ആരാധിച്ചിരുന്ന, സ്നേഹിച്ചിരുന്ന കുറച്ച് ആളുകൾ, ഡിപ്പെൻഡ് ചെയ്തിരുന്ന കുറച്ച് ആളുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഈ പ്രാദേശികമായിട്ട്. അവരുടെയൊക്കെ വികാരം വ്രണപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ. ഒരുപക്ഷെ ഇതെല്ലാം സ്വാഭാവികമായിരുന്നു എന്ന് തെളിഞ്ഞാലോ അതിനുള്ള സാധ്യത നമുക്കറിയില്ല. ഇനി പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. പക്ഷേ എങ്കിൽ പോലും അങ്ങനെ കരുതിയാലും അവരുടെ വിശ്വാസമൊക്കെ വ്രണപ്പെട്ടു പോകുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കത് കൈകാര്യം ചെയ്യാൻ കഴിയുക ഈ വിഷയം? അത് ബുദ്ധിമുട്ടാണ്. കാരണം അത് ഇതിനകത്ത് ഈ പോസ്റ്റ്മോർട്ടത്തിലെ സ്വാഭാവികമായ നാച്ചുറൽ ഡെത്ത് ആണെന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ തീർന്നവിടെ. ഇനി പിന്നെ ആർക്കും അതിനൊന്നും പറയാൻ പറ്റില്ല. ഡെഡ് ബോഡി വിട്ടുകൊടുത്ത് വീട്ടുകാർ അത് വീണ്ടും അവരെ ആ അറയിൽ തന്നെ അവർ വിചാരിച്ചൊരു സ്ഥലത്ത് തന്നെ അത് അടക്കും. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ ആ അമ്പലത്തിന്റെ പ്രാധാന്യം വർദ്ധിക്കുമെന്നാണ് ഞാൻ പറയുന്നത്. അതിനകത്ത് വേറെ ആൾക്കാരെ അതിൻ്റെ ഇടപെടുന്നതിൽ അർത്ഥമില്ല, ഇടപെടാൻ കഴിയില്ല. ആത്മീയമായ കാര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു ഇടപെടലുണ്ടാകുന്നത്? അത് അമ്പലവും പള്ളിയും മോസ്കും ഒക്കെ നമ്മുടെ ഇവിടെ സർവ്വസാധാരണമല്ലേ. അപ്പൊ അവിടെ അതിൻ്റെതായ രീതിയിൽ പൊക്കോട്ടെ. അതിനകത്ത് എന്തിനാണ് ആൾക്കാർ, രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. അതിൽ ഇടപെടാൻ പറ്റില്ല. ഭരണഘടന അനുസരിച്ച് അത് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് തന്നെയല്ലേ കുംഭമേളയ്ക്ക് ഇപ്പം 360 കോടി 36 കോടി ജനങ്ങൾ അവിടെ വന്നിരിക്കുന്നു. 36 കോടി. അത് വർദ്ധിച്ചു വരികയാണ്. നമ്മൾ പറയും അശാസ്ത്രീയമാണ്, അതിന് ചിന്തയില്ല എന്നൊക്കെ നമുക്ക് പറയാം, വിമർശിക്കാം. പക്ഷെ മതകാര്യങ്ങൾ അങ്ങനെയാണ് പോകുന്നത് മുന്നോട്ട്. നമുക്കതൊന്നും തൊടാൻ പറ്റില്ല. ഹിന്ദുയിസത്തിന്റെ പാരമ്പര്യത്തിലോട്ടൊന്നും തൊടാനേ പറ്റില്ല.